ഹായ്, ഞാൻ അഗസ്ത്യ, കൊല്ലത്തു നിന്നാണ്, കൊല്ലത്തു നിന്നാണ്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ എൻ്റെ ഓപ്പറേഷൻ്റെ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ സർജറിയുടെ ഭാഗമായിട്ട് വന്നു, ലിംബ് ലെങ്തനിങ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നത്. ഇപ്പോൾ എൻ്റെ ഇന്ന് ഒരു 23ാമത്തെ ദിവസമാണ് ഇന്ന്. ഇപ്പോൾ അവിടുത്തെ ഓപ്പറേഷൻ കഴിഞ്ഞു, നേരെ റീഹാബ് സെൻറ്ററിലോട്ട് കൊണ്ടുവന്നു. റീഹാബ് സെൻറ്ററിൽ ഇവിടെ അത്യാവശ്യം നല്ല റൂമാണ്, AC മുറിയാണ്. നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പരിഗണനയും ഇവിടെ നൽകുന്നുണ്ട്. പിന്നെ ഫിസിയോ ഉണ്ട്. നമ്മുടെ ഫിസിയോ 2 സെക്ഷനായിട്ടാണ്, രാവിലെയും വൈകിട്ടുമായിട്ട് 2 സെക്ഷനിൽ ഫിസിയോ ചെയ്യുന്നുണ്ട്. എനിക്ക് ആദ്യം അവിടെ നിന്ന് കാല് പോലും താഴോട്ടെടുത്ത് വയ്ക്കാൻ കഴിയില്ലായിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ നല്ല പെയിൻ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ റീഹാബിൽ വന്നു ഫിസിയോ ചെയ്യുമ്പോൾ ആദ്യമൊക്കെ നല്ല പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ പെയിൻ കില്ലർ തരും. പെയിൻ കില്ലർ കഴിക്കുമ്പോൾ ആ പെയിൻ കുറയുന്നുണ്ട്. പിന്നെ രാത്രി സമയങ്ങളിൽ ഉറക്കം ചെറിയ ബുദ്ധിമുട്ടാണ്. ഈ ഉറക്കം നമ്മുടെ വേദന കാരണം ഒരു ഡിസ്റ്റർബിങ് ആവും. ഇപ്പോൾ ഒരു കൃത്യമായിട്ടൊരു ഉറക്കം കിട്ടൂല. പിന്നെ ഈ സ്ലീപ്പിംഗ് പിൽസ് കഴിക്കുമ്പോൾ പിന്നെയും ഉറങ്ങാൻ കഴിയുന്നുണ്ട്. പിന്നെ ആദ്യം കാല് താഴോട്ടെടുത്ത് വെക്കാൻ പോലും കഴിയില്ലായിരുന്നു. ഇപ്പോൾ ഫിസിയോ ഒക്കെ ചെയ്താണ് ഇപ്പോൾ കാലനക്കാനും താഴോട്ടെടുത്ത് വെക്കാനും നമുക്ക് സ്വന്തമായിട്ട് മൂവ് ചെയ്യാനും ഒക്കെ പറ്റും. മുമ്പ് ഇങ്ങനെയൊന്നും അനക്കാൻ പോലും പറ്റൂല. നമ്മൾ സ്റ്റഡി ആയിട്ട് തന്നെ കാല് വെക്കണം. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയാൽ പോലും വേദനയായിരുന്നു. ഇപ്പോൾ ഫിസിയോ ചെയ്തതിന് ശേഷം കാല് ഫുൾ അനക്കാൻ നമുക്ക് ജസ്റ്റ് മൂവ് ചെയ്യാം. നമുക്കൊരു വീൽ ചെയറുണ്ട്, ഒരു ചെയറുണ്ട്. ആ ചെയറിലിരുന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാം. അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എൻ്റെ 23ാമത്തെ ദിവസമാണ്. ഇപ്പോൾ തന്നെ ഈ ഒരു മെത്തേഡിലായി. ഇപ്പോൾ ഒരു 1 സെൻറ്റിമീറ്ററിന് മുകളിൽ ഞാനിപ്പോൾ എൻ്റെ ഹൈറ്റ് ലെങ്തനിങ് ചെയ്തു. ഇത് ഡെയിലി 1 mm വെച്ച് ഡെയിലി കൂട്ടും. അത് കൂട്ടി ഇപ്പോൾ ഏകദേശം 1 സെൻറ്റിമീറ്റർ അടുപ്പിച്ചായി. ഇവിടെ നമുക്ക് അടയാളപ്പെടുത്തി കാണിക്കും. ഇത്രയും ഭാഗമാണ് ഇപ്പം കൂട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഡെയിലി നമ്മൾ തന്നെയാണ് ഇത് കൂട്ടുന്നത്. ഡെയിലി 1 mm വെച്ച് നമ്മൾ തന്നെയാണ് ഈ ഹൈറ്റ് കൂട്ടുന്നത്. ഇപ്പോൾ 1 സെൻറ്റിമീറ്ററിന് മുകളിലായിട്ടുണ്ട്. അപ്പോൾ ഒരു 3 മാസം എടുക്കും. 3 മാസ സമയത്തോടു കൂടി നമ്മളിതിൻ്റെ ഒരു പൂർണ്ണമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു 6 സെൻറ്റിമീറ്റർ 7 സെൻറ്റിമീറ്ററോളം നമ്മൾ ഹൈറ്റ് വർദ്ധിപ്പിക്കും. അപ്പോൾ വേദന താരതമ്യേന ഓരോ ദിവസം കഴിയും തോറും കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പം ആദ്യം ഉണ്ടായിരുന്നതിനേക്കാൾ വേദന കുറവുണ്ട്. ഇപ്പം ആദ്യം ഈ മുട്ടൊക്കെ നല്ല വേദനയായിരുന്നു. ഇപ്പം മുട്ടിലൊന്നും വേദനയില്ല. ഈ കാലൊന്നും അനക്കാൻ പോലും പറ്റില്ല. ഇപ്പം നമുക്ക് അനക്കാൻ ഫിസിയോ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാലനക്കാം, ഫുള്ള് അങ്ങനത്തെ ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ ഇപ്പോൾ കാലനക്കാൻ കിടക്കുമ്പോഴൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞ് കിടക്കാം. അങ്ങനത്തെ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നോക്കുന്നുണ്ട്. കുറച്ചുകൂടി പോകുമ്പോൾ ഇനി എങ്ങനെയായിരിക്കും ഇതിൻ്റെ കാര്യങ്ങൾ, മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയായിരിക്കും വേദന, അതെന്തായാലും അടുത്ത വീഡിയോയിൽ ഞാൻ വന്ന് പറയുന്നതായിരിക്കും. എങ്ങനെയായിരിക്കും ഇനി മുന്നോട്ടുള്ളതെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ ഒന്ന് പറയാം. അപ്പോൾ ഓക്കെ, ബൈ.